പരിശുദ്ധനുമായ സർവശക്ത ഈ മാനുവലാം ദൈവമായ കാര്യങ്ങളാണ് ഞങ്ങളിതാ തൃപ്പാദത്തിലേക്ക് തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് തിരുനാമത്തെ വാഴ്ത്തിപ്പാടുവാൻ ഉയർത്തുവാൻ ആരാധിക്കാൻ ഞങ്ങളിതാ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനും ഇന്ന് ഞങ്ങളോടുകൂടെ ഇരിക്കാനും ഇന്ന് ഞങ്ങളെ ആശീർവദിക്കാനും ഞങ്ങളോടുകൂടെ ഇരിക്കുന്ന ഇമ്മാനുവേലെ ശാരീരികമായി മാനസികമായി സാമൂഹികമായി ആത്മീയമായി സകല നന്മയും നൽകി ശാപം നീക്കാറുണ്ട് ഒരുവരുടെ കരുത്തിൽ വഹിക്കണം. സർവശക്തനായി ഞങ്ങളോട് കൂടെ ഇരിക്കണം. എല്ലാ ശക്തിയിൽ നിന്നും ഞങ്ങളെ ഉദ്ധരിക്കാനും ഇന്നുവരെയും കമ്പനി പോലെ കാത്ത പരിശുദ്ധന് തരട്ടെ. വഴിയിലും വാഹനത്തിലും അനേകരുണ്ടല്ലോ. അനേകായിരങ്ങളെ നിന്റെ ആലയത്തിലേക്ക് ഉയർത്തുമാറാക്കിയത് ഇന്ന് ആ മഹത്വം അറിയിപ്പാൻ ഞങ്ങളിത് തെരഞ്ഞെടുത്തു. ഏതാവർക്ക് സ്തോത്രം. ഞങ്ങൾ സങ്കീർത്തനങ്ങളാണ്, സ്തുതികളാണ്, ആത്മീയ ഗീതങ്ങളാണ് ഇതിന്റെ സമയത്തിന്റെ ആലയത്തിൽ നിന്റെ നാമത്തിൽ ആത്മാവിൽ ഒരിക്കലും സഹായിക്കരുത്. പകരത്തോടെ കൂടെ ഇരിക്കണം. കർമ്മ മക്കളെ അനുഗ്രഹിക്കണം. നായത്തടി ഉറക്കം പോലെ ആരാധിക്കാം. പരിശുദ്ധ കൃപ നൽകണം. ദേവെടുപ്പാൻ കൂടെ ഇരിക്കണം. ഇതിന്റെ ആരെയും സർവ്വജാതികൾക്കുള്ള മലയുടെ സഹായിക്കാം. താഴ്ത്തിയേൽപ്പിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും നിന്നുകൊണ്ട് 292 ഗാനം ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടെ തിരുസഭയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആകട്ടെ കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 6:30 മണിക്ക് ഞങ്ങൾ കൊല്ലത്തിന് യാത്രയായി. കഷ്ടകാലം എന്ന് പറയട്ടെ, കരുനാഗപ്പള്ളി കൂടി പോകേണ്ടതാണ്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അന്ന് രാത്രിയിലാണ് അവിടെയുള്ളവർ പറഞ്ഞു തന്നത്. 4.5 ലക്ഷം ജനം കൊല്ലത്തുണ്ട്. 1000-ലധികം പാസ്റ്റർമാരുണ്ട്. വിശ്വാസികളില്ല. പക്ഷേ ഞാൻ ഏതാണ്ട് 18 മിനിറ്റ് നേരം എൻ്റെ സാക്ഷ്യവും 1 മണിക്കൂറോളം ഞാൻ പ്രസംഗിക്കുകയും ചെയ്തു. ഞാൻ പ്രസംഗിച്ച പാസ്റ്റർമാരോടാണ്. വന്ന 100 കണക്കിന് ആളുകളില് 1% പാസ്റ്റർമാരുണ്ടായിരുന്നു. എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ ഇവിടെ ആവശ്യമാണ്. ഈ പ്രസംഗം, ഈ ഉപദേശം ഈ പട്ടണത്തിൽ ഇല്ല. ഇവിടെ ആയിരിക്കുന്ന സകല പാസ്റ്റർമാരെയും അടുത്ത മാസം വിളിച്ചു കൂട്ടി ഇവിടെ ഒരു കൺവെൻഷൻ പാസ്റ്റർ നടത്തണം. എന്നോട് പ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് എന്നെ വിട്ടത്. ഏതാണ്ട് ഒരു 8 പാസ്റ്റർമാർ എൻ്റെ മുമ്പിലേക്ക് വന്ന് അതേ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. ഞാൻ വെളിപ്പാട് കൊടുത്തു. 100% അവർ അംഗീകരിച്ച് കടന്നുപോയിട്ടുണ്ട്. അവിടെ പണത്തിന്റെ വലിയ കൊയ്ത്താണ്. ഒരു മീറ്റിംഗ് നടത്തിയാൽ ലക്ഷക്കണക്കിന് രൂപ അവിടെ പിരിയും. മുഴുവൻ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഉള്ളവരാണ്. പക്ഷേ ഞാൻ ആദ്യം പ്രഖ്യാപിച്ചത്, എന്നെ അയച്ചൊരു സഭയുണ്ട്. ആ സഭയുടെ ഉത്തരവാദിത്വത്തിന് കീഴിലാണ് ഞാൻ വന്നത്. മറ്റാരുടെയും ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങൾക്ക് വേണ്ട. അത് ആ പട്ടണത്തെ പിടിച്ചു ഉലച്ചു. കാരണം അങ്ങനെ ഒരു മീറ്റിംഗ് അവിടെ നടന്നിട്ടില്ല. ഏത് മീറ്റിംഗ് ആയാലും സ്തോത്രകാഴ്ച എടുക്കാതെ, പാസ്റ്റർക്ക് കൈനീട്ടം കൊടുക്കാതെ അവിടുന്ന്
വിടുകയില്ല. ഏറ്റവും കുറഞ്ഞത് 5000 രൂപയും 1 മണിക്കൂർ പ്രസംഗത്തിന് 25,000 രൂപയുമാണ് ചാർജ്. ഓഡിറ്റോറിയത്തിന്റെ വക, ഞങ്ങളുടെ വക, അവിടെ നടന്ന ശുശ്രൂഷയുടെ വക എല്ലാം ഇമ്മാനുവേലിന്റെ വകയായിരുന്നു. അത് തന്നെ ആ ദേശത്ത് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. രണ്ടാമത്, ഏകസത്യ ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച്, ആരാധനയെ കുറിച്ച്, ദൈവ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ വിവരിക്കുകയുണ്ടായി. അപ്പോൾ അവരിൽ പലരും ഇവിടെ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആരാധന ഉണ്ടെങ്കിൽ അത് കാണണം. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ അനുഭവിച്ചറിയണം. അങ്ങനെ കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ കരുനാഗപ്പള്ളിയിലേക്ക് വന്നു. അവിടെ 2 സ്ഥലത്ത് രാത്രി മീറ്റിങ്ങും 2 സ്ഥലത്ത് പകൽ മീറ്റിങ്ങും നടന്നു. എനിക്ക് വളരെ സൗകര്യം കിട്ടി. ആരാണ് പാസ്റ്റർ, എന്താണ് സുവിശേഷം എന്ന് വസ്തുനിഷ്ഠമായി പരസ്യമായി പ്രഖ്യാപിച്ചു. ഒരു സ്ഥലത്ത് വളരെ സ്വീകാര്യമുണ്ടായി. ഒരു സ്ഥലത്ത് പ്രസംഗത്തിന്റെ മധ്യത്തിൽ പാസ്റ്റർമാരെ എഴുന്നേറ്റ് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവാത്മാവുള്ള ഒരാൾക്ക് പോലും എഴുന്നേറ്റ് പോകാൻ കഴിയുകയില്ല. കാരണം ദൈവവചനത്തിന്റെ സത്യമാണ് ഞാൻ അറിയിച്ചത്. കേൾക്കണം. പിറ്റേ ദിവസം പാസ്റ്റർമാരിൽ ആരും തന്നെ വന്നില്ല. അതിന് പകരം പ്രദേശത്തുള്ള നാനാജാതി മതങ്ങളിൽപ്പെട്ടവർ തലേ ദിവസം വന്നതിനേക്കാൾ ഇരട്ടി ജനം വരുവാൻ കാരണമായി. 2 കുടുംബ പ്രാർത്ഥനയില് വെളിപ്പാട് കൊടുക്കുവാനും ദൈവത്തിന്റെ സത്യം പ്രസ്താവിക്കാനും സുവിശേഷത്തിന്റെ വാതിൽ വഴി എന്താണെന്ന് ബോധ്യമാക്കുവാനും കാരണമായി. അതുകൊണ്ട് കൊല്ലം ഇനി ഇമ്മാനുവേലിനെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇമ്മാനുവേൽ ലോകത്തിൽ അറിയുവാൻ സമയമായിരിക്കുന്നു. അതെ, ഒരു സെൻട്രൽ പാസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, 4.5 ലക്ഷം ജനം ഈ പത്രത്തിലുണ്ട്, 1000-ലധികം പാസ്റ്റർമാർ ഇവിടെ ഉണ്ട്. കഷ്ടമെന്ന് പറയട്ടെ, വിശ്വാസികളില്ല. പാസ്റ്റർ വരണം, ഇവിടെ അനേകായിരം വിശ്വാസികൾ ഉണ്ടാകും. ഒരു വലിയ വേലയുടെ വാതിലൂടെ തുറന്നിട്ടുണ്ട്. പാസ്റ്ററെ കാത്തിരിക്കുന്നതെന്ന് എന്നോട് പറയും. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, എന്താണ് ഞാനിപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? നമുക്ക് വിശാലമായൊരു വാതില് സ്വർഗം തുറന്നു. അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയിലെ പല പാസ്റ്റർമാരും ഈ 15-ാം തീയതിക്കുള്ളിൽ ഇന്ന് 1, അടുത്ത ആഴ്ച 8, പിന്നത്തെ ആഴ്ച 15, 15-നുള്ളില് ആരാധനയിൽ സംബന്ധിപ്പാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടെ വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നറിയാം, വാസ്തവമായി ദൈവം ഇവിടെയുണ്ട് എന്നവർ പറയുവാൻ കാരണമായി തീരും. 6 വർഷമായി ഒരു കൈ പൊങ്ങാതിരിക്കുന്ന ഒരു പിതാവിന്റെ കൈ അതെ പ്രവർത്തന ശക്തി പ്രാപിച്ചു എന്ന് വിളിച്ചറിയിക്കുകയുണ്ടായി. അനേകരിൽ നിന്ന് ഫോൺ വന്നു, പാസ്റ്റർ എണ്ണ പൂശിയവർക്കെല്ലാം സമാധാനവും സൗഖ്യവും. പക്ഷേ എന്നെ വിളിച്ച പാസ്റ്റർ ഒരു മണ്ടത്തരം ചെയ്തു. 2 കാര്യം ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ പേര് പറയരുത്, വെക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എൻ്റെ പേരിന്റെ പകുതി വെച്ച് വാൾ പോസ്റ്റ് അടിച്ചു. ഫോട്ടോ ചോദിച്ചതാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ മറ്റു പാസ്റ്റർ പോലെ ആകാൻ താല്പര്യമില്ല, എൻ്റെ പേരും പറയരുത്, എൻ്റെ ഫോട്ടോയും കാണരുത്. പക്ഷെ അദ്ദേഹം അത് 2 ലംഘിച്ച് എൻ്റെ പേര് വെച്ച് വാൾ പോസ്റ്റ് നോട്ടീസ് അടിച്ചു. 2ാമത് അദ്ദേഹം ചെയ്തത് അത്ഭുത രോഗസൗഖ്യമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, അതും എൻ്റെ ഭാഗമല്ല, എൻ്റെ ദൈവത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് ഞാനത് വകവയ്ക്കാതെ പ്രാർത്ഥിക്കുകയും ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, 1000-കണക്കിന് പാസ്റ്റർമാരുള്ള കൊല്ലത്ത് ഇമ്മാനുവേലിന്റെ അതെ ദൈവദാസനെ വേണമെന്ന അർത്ഥം. ഞാൻ മാത്രമല്ല, എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കരിമ്പ പ്രദേശത്ത് നിന്ന് അതെ അവർ മനഃപൂർവ്വം ഞങ്ങളുടെ പിതാവ് പോയിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളും പോകണമെന്ന് പറഞ്ഞ് 10 പേര് യാത്രയായി വന്നു. അവിടെയുള്ള പാസ്റ്റർമാർ അത്ഭുതപ്പെട്ടു പോയി.
അതിലൊരാൾ എന്നോട് പറഞ്ഞത്, പാസ്റ്റർ ഇത്രമാത്രം സ്നേഹിക്കുന്ന ജനമാണ് അവരെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, അതെനിക്ക് വലിയ സന്തോഷമാണ്. അത് പച്ചയായി പറഞ്ഞത് ഒരു രഘു പാസ്റ്റർ, ഹിന്ദുവിൽ നിന്ന് അതേ വിശ്വാസത്തിൽ വന്ന അദ്ദേഹം തികച്ചും പെന്തക്കോസ്തിന്റെ ആത്മാവാണ്. പക്ഷെ പെന്തക്കോസ്തുകാർ അദ്ദേഹത്തെ കൈക്കൊള്ളുന്നുമില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ പ്രത്യാശ, നിങ്ങളുടെ ആരാധന, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം, ഇതെന്താകുന്നു അവരെ ബോധ്യമാക്കി അയക്കുവാൻ ഇമ്മാനുവേൽ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന്. ഇവിടുത്തെ ആരാധന കാണുമ്പോൾ അവർ അത്ഭുതപ്പെടും. ഇവിടുത്തെ ദൈവജനത്തിന്, ദൈവദാസനായിരിക്കുന്ന എന്നോടുള്ള വാത്സല്യവും സ്നേഹം കാണുമ്പോൾ അത്ഭുതപ്പെടും, സംശയമില്ല. അങ്ങനെ ശലോമോന്റെ കൊട്ടാരത്തിൽ ശേബ രാജ്യം വന്ന് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ മഹത്വപ്പെടുത്തുവാൻ ഈ നാളുകളിൽ നിങ്ങൾ ഒരുങ്ങണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇന്നത്തെ ഞായറാഴ്ച കൂടാതെ വരുന്ന 4 ഞായറാഴ്ചയും നിങ്ങൾ മുടങ്ങാതെ ഉത്സുകരായി, ഉത്തേജനമുള്ളവരായി, ആത്മാവിൽ എരിവുള്ളവരായി, അനുഗ്രഹത്തിന്റെ അധിപതി ആരാധിപ്പാൻ ഹല്ലേലൂയ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. അപ്പോൾ നമ്മോടുകൂടെ ദൈവമുണ്ട്, ഇമ്മാനുവേലുണ്ട്. സാത്താൻ തല താഴ്ത്തുമാറ്, ലോകം ലജ്ജിക്കുമാറ്, ദൈവനാമം മഹിമപ്പെടുമാറ് നമുക്ക് പ്രാർത്ഥനയും യാചനയും ഒരുക്കവും സമർപ്പണവുമായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കും. ഞാൻ പറഞ്ഞ വാക്കുകൾ മനസ്സിലായില്ല? എങ്ങനെയായാലും ഏപ്രിൽ മാസത്തിൽ പോകുവാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. എത്രമാത്രം എനിക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പക്ഷേ ദൈവജനമേ, നിങ്ങൾ നമ്മുടെ അടുക്കളയിൽ സുവിശേഷം എത്തിയതുപോലെ പൗലോസിന്റെ ഭാഷയിൽ ഇത് വേഗത്തിൽ എല്ലായിടവും എത്തുവാനും ഇത് വ്യാപിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഹല്ലേലൂയ കാരണമാകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ കേരളത്തിന് വേണ്ടി, വിവിധ പട്ടണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം നിർബന്ധിതർ. ഇപ്പോൾ 3 സ്ഥലത്തേക്കാണ് എന്നെ വിളിച്ചത്. 1 കൊട്ടാരക്കര, ക്രിസ്ത്യാനികളുടെ സെൻട്രാണ്. 2 തിരുവനന്തപുരം, 3 കൊല്ലം, 4 കരുനാഗപ്പള്ളി. ഇത് 4 അടുത്ത സന്ദർശനത്തിന്, അടുത്ത യാത്രയില് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുക, അവര് ഉറപ്പ് തന്നിരിക്കുക. നമ്മുടെ പ്രാർത്ഥനയാണ് ബാക്കി മഹത്വത്തിന് കാരണമാകുന്നതെന്ന് ഓർപ്പിക്കട്ടെ. ജീവനായാലും മരണമായാലും യേശുവിന്റെ നാമം ഉയരണം, സത്യ ദൈവത്തെ അറിയണം. ഈ ലോകത്തിന്റെയും വയറിന്റെയും സുവിശേഷം അസ്തമിക്കണം. ജീവനെങ്കിൽ ജീവനെ കൊടുപ്പാൻ ഒരുക്കമുള്ളവരുണ്ടാകണം. എന്നെ സന്തോഷിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, കത്തോലിക്ക തിരുസഭയിൽ നിന്ന് രാജിവെച്ച് കുപ്പായം ഊരി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന 2 ഭക്തന്മാരെ കാണുവാനിടയായി. ഞാൻ അവരോട് സംസാരിച്ചു. അവർ വളരെ താല്പര്യമായി എന്നോട് സംസാരിച്ചു. ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യം, കുപ്പായം ഊരി പോകുന്നതിൽ നിരാശ തോന്നുന്നില്ലേ? പെട്ടെന്ന് ഒരു പണ്ഡിതനായ അച്ഛൻ പറഞ്ഞു, ഒരിക്കലുമില്ല എന്ന്. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്നോട് അതെ മറച്ചു വെക്കണ്ടേ, എനിക്കറിയാം. അച്ഛൻ്റെ മനസ്സൊന്നും നീറുകയാണ്. ഈ സുവിശേഷ ലോകത്തിന്റെ അധർമ്മം കണ്ട് വേദനിക്കുകയാണ്. പക്ഷേ താങ്കളെ വേർതിരിക്കാൻ സമയമായിരിക്കുന്നു. ദൈവത്തിന് താങ്കളെ വേണം. ഞാനൊരു അരമണിക്കൂർ നേരം വെളിപ്പാട് കൊടുത്തു. അദ്ദേഹം ചെന്നു ചേരുന്ന മഹത്വപൂർണമായ ദൈവത്തിന്റെ പ്രവർത്തനം. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇറങ്ങിയിട്ട് ഇത്ര കാലമായി, എനിക്കെല്ലാം നന്മയുമുണ്ട്, ദൈവാത്മാവുണ്ട്, വെളിച്ചമുണ്ട്, വെളിപ്പാടുണ്ട്, എല്ലാം. പക്ഷെ എനിക്ക് കരകയറാൻ പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ കൂട് പൊട്ടിക്കണം, ഈ സഭ എന്ന കൂട് പൊട്ടിക്കണം, സ്വതന്ത്രനായി പുറത്തു വരണം. ഒരു ചിത്രശലഭത്തെ പോലെ അനന്ത വികായത്തിൽ പറന്ന് ആനന്ദിപ്പാൻ തയ്യാറാകണം. അച്ഛനോട് കൂടെ ഞാനുണ്ട് എന്ന് 2 അച്ഛന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏതാണ്ട് 8 പാസ്റ്റർമാരും അവർ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിലും ചില പാസ്റ്റർമാര് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അവർ ആയിരിക്കുന്ന സഭ വിടുവാൻ, അവർ ആയിരിക്കുന്ന ജീവിതം വിടുവാൻ, അവർ ആയിരിക്കുന്ന ഉപദേശം വിടുവാൻ, അവർ ആയിരിക്കുന്ന സാഹചര്യം വിടുവാൻ, ഒരു ശിഷ്യനായി
കർത്താവിന്റെ വചനവുമായി ഭൂമിയിൽ തെരുവിനായെ പോലെ അണിയുവാൻ തയ്യാറാകുവാൻ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ പിൻപേ, പണത്തിന്റെ പിൻപേ, ധനത്തിന്റെ പിൻപേ, തടിയുടെ പിൻപേ, അതെ ഭക്ഷണത്തിന്റെ പിൻപേ പോകുവാൻ നിങ്ങൾ തയ്യാറാകരുത്, വേർപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെ ഡസൻ കണക്കിന് പാസ്റ്റർമാര് സമ്മതിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് നന്നെ ബോധിച്ചിട്ടുണ്ട്. വിശ്വാസികൾ രൂപാന്തരത്തിനും തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഒരു പറ്റം പാസ്റ്റർമാരും ഭാര്യമാരും വിഘടന മനോഭാവത്തോടെ ആയിരിക്കുന്നു. കാരണം അവരോട് തന്നെ, അവരെ കുറിച്ച് അവർക്ക് വരുന്ന ന്യായവിധിയാണ് ഞാൻ പ്രസംഗിച്ചത്. അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അവര് ദൈവത്തിന്റെ സ്തോത്രം പിന്മാറിയെങ്കിലും ഞാൻ അടുത്ത് പോകുമ്പോഴേക്കും ദൈവത്തോട് വലിയ രൂപാന്തരം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാണ്. ആകട്ടെ, ഈ നല്ല പകലിനായി ദൈവത്തിന് സ്തോത്രം. ഈ നല്ല പകൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2009 മൂന്നാമത്തെ മാസം, അതിന്റെ 1-ാം വിശുദ്ധ ദിവസം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം സഹായിക്കും. ആകട്ടെ, ഇന്ന് സന്തോഷത്തോടെ വന്നവർ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പാടാം. പുതുതായി വന്നവർ ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം, പാപശാപ രോഗമരണത്തിന് അടിമയായിരിക്കുന്ന മനുഷ്യ, നിന്നെ തോറ്റുപോകാതെ ജയത്തിലേക്ക് നടത്തുന്നവനാണ് ഞാൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഹല്ലേലൂയ പാടുമ്പോൾ എന്റെ ദൈവം ജയിച്ചവനായി എന്നോട് കൂടെ ഉണ്ട് എന്ന അതേ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കണം. ഞാനിപ്പോൾ അല്പനേരം നിങ്ങളുടെ മുൻപാകെ ചൈതന്യമുള്ള വചനവുമായി നിൽപ്പാൻ പോവുകയാണ്. എന്താണ് ചൈതന്യമുള്ള വചനം? എന്റെ ഹൃദയത്തിൽ ആഴമായി സ്പർശിച്ച ഒരു വിഷയമുണ്ട്. അത് രാജാക്കന്മാരുടെ പുസ്തകത്തില്. അത് ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ ദൈവം ഇന്നത്തേക്കുള്ള ദൂത് വേറെയാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ പകരുകയുണ്ടായി. അതെന്താണെന്ന് അറിയണമല്ലേ? 15-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ ഓർപ്പിപ്പാനുള്ളത് 24-ാം സങ്കീർത്തനം, അതിന്റെ 3-ാം വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 24-ന്റെ 3. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഇവിടെ നിൽക്കുന്ന, ഇരിക്കുന്ന, ആയിരിക്കുന്ന നിങ്ങളോട് അറിയിക്കട്ടെ, ഈ ഭൂമി ശപിക്കപ്പെട്ടതാണ്. ഈ ഭൂമിയിലെ ജീവിതം ശാപഗ്രസ്തമായ ജീവിതമാണ്. ഇത് സമ്മതിക്കുമോ? ഈ ജീവിതം ഓർത്താൽ ഒരു മോട്ടോർ ബൈക്കിന്റെ വെളിച്ചം ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് എവിടെയാണെന്ന് അറിയില്ല. എത്രത്തെ ബൈക്കാണെന്ന് മാറ്റി തിരിച്ചു വെക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ ലോകം പാപം നിറഞ്ഞതാണ്. 2, ഈ ലോകം ശാപത്തിന്റെ വിളനിലമാണ്. 3, ഈ ലോകം കഷ്ടതയും കണ്ണുനീരും നിറഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഫ്രണ്ടിലാണ് കേട്ടോ, ഫ്രണ്ടില്. അതിന്റെ മൺകാടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, മരുവാസം ഓർത്താൽ അയ്യോ പ്രയാസം പാട്ടുകാരൻ പാടുന്നുണ്ട്. ഈ ലോക ജീവിതം ഓർത്താൽ പ്രയാസമാണ്, ഇല്ലേ? ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരന്മാർക്ക്, അയൽപക്കക്കാർക്ക് ജീവിതത്തെ നോക്കി നിലനിൽപ്പെട്ടുകൊണ്ട് പ്രയാസമെന്നല്ലാതെ സുഖമാണെന്ന് പറയുവാൻ ആർക്കും ഈ ഭൂമിയിൽ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സർവശക്തനായ ഏകസത്യ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ഈ ഭൂമിയിൽ ആനന്ദമേ, അവൻ സൗഖ്യമാണ്, അവൻ രക്ഷിതാവാണ്, അവൻ നമ്മെ രക്ഷിക്കുന്നവൻ തന്നെ. ഇവിടെ ആനന്ദമാകണമെങ്കിൽ, ആശ്വാസമാകണമെങ്കിൽ, ജീവിതം ശുഭമാകണമെങ്കിൽ അദൃശ്യനായ അത്ഭുത മന്ത്രിയായ വീരനാം ദൈവമായ
ഈ ഇമ്മാനുവേൽ നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. സ്തോത്രം, സ്തോത്രം. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഇന്ന് പകൽക്കാലം ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അതിന്റെ സന്തോഷം അനുഭവിപ്പാനാണ് കഴിഞ്ഞ അനേക കാലങ്ങളിലായി ആരാധിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ മുടക്കം കൂടാതെ ആത്മാവിന്റെ സത്യത്തിനും ആരാധിപ്പാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ആകട്ടെ, മൂന്നാം വാക്യത്തിലേക്ക് വരാം. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ഇവിടെ പ്രതിപാദിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യഹോവയുടെ പർവ്വതം. 2, ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ. അവിടെ ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. 15-ാം സങ്കീർത്തന്റെ 1-ാം വാക്യം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? 4 കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മിപ്പാൻ താല്പര്യപ്പെടുന്നത്. ആമുഖമായിട്ട് ഞാൻ പറയട്ടെ. അവന്റെ പർവ്വതത്തിൽ ആർ കയറും? 2, 24-3 അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ആർ നിൽക്കും? 2 കാര്യം. ആർ കയറും, ആര് നിൽക്കും? മറക്കരുത്. ഇന്ന് നിങ്ങളോടാണ് ഞാൻ അതിന് ഉത്തരം ചോദിക്കുന്നത്. നീ കയറുവാൻ, ജീവിതത്തെ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് പോകുവാൻ തയ്യാറാണോ? നോക്ക്, മോശ അമ്മായപ്പനായ യിത്രോവിന്റെ ആടുകളെ വെച്ച് നടക്കുന്ന അവസരത്തിൽ ആടുകളുമായി ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോട് ചെന്നു. ഹോരേബോട് ചെന്ന് കഴിഞ്ഞപ്പോൾ, പുറപ്പാട് പുസ്തകം, ഹോരേബോട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ ഒരു അത്ഭുതം കണ്ടു. എന്താണത്? മുൾപടർപ്പ്. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന് നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാതെ മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. കത്തുന്നുണ്ട്, ചാമ്പലാകുന്നില്ല. കേട്ടല്ലോ? ഇന്ന് യഹോവയുടെ പർവ്വതത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന സിയോൻ സഞ്ചാരികളാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾ ദിനവും കാണേണ്ടതായ 2 കാര്യമുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? കയറുവാനും നിൽക്കുവാനും കഴിയുന്ന ഒരു ജീവിതത്തിന്റെ പങ്കാളിയുമാകുന്നുവെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പർവ്വതം കാണണം. വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം. ഇത് 2 നിങ്ങളിൽ ഇല്ലാത്ത കാലത്തോളം കയറുകയും നിൽക്കുകയുമില്ല. നോക്ക്, ആട്ടിടയനായ മോശ ആടുകളെയും കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോടും ചെന്നു. ഇപ്പോൾ മോശയും ആടുകളും ദൈവത്തിന്റെ പർവ്വതത്തിലാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ പർവ്വതത്തിലാണ്. ഞാൻ കയറി, ഞാൻ നിൽക്കുന്നു വിശുദ്ധ സ്ഥലത്ത്. ഇത് ദൈവത്തിന്റെ ആലയം, വിശുദ്ധാലയമാണ്. ഇവിടെ നാം ഇരിക്കുന്നു, ഇവിടെ നാം വന്ന് ചേർന്നിരിക്കുന്നു എന്നും അതേസമയം നമ്മുടെ യാത്ര ഈ ആലയത്തിൽ നിന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള സഞ്ചാരികളെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കട്ടെ. വിശദീകരിക്കാൻ സമയമില്ല, ഞാൻ വേഗം പോവുകയാണ്. അപ്പോൾ മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളും ആടുകളെ മേയിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അഗ്നിജ്വാലയുടെ നടുവിൽ പ്രത്യക്ഷനായി. ഈ ആടി കത്തുന്നത് കണ്ടു, പക്ഷേ മുൾപടർപ്പ് ചാമ്പലാകുന്നില്ല. 3 കാര്യം മറക്കരുത്. അഗ്നിയിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിരിക്കുന്നത് മോശ കണ്ടു. 2, കത്തുന്നുണ്ട്. 3, ചാമ്പലാകുന്നില്ല, ചാരമാകുന്നില്ല എന്നർത്ഥം. ഇങ്ങനെ 3 കാഴ്ച ദൈവത്തിന്റെ പർവ്വതത്തിൽ മോശ കണ്ടപ്പോൾ മോശ പ്രവർത്തിക്കുവാൻ തുടങ്ങി. എന്താണ് മോശ? മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ
എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. കാണുവാൻ മോശ പോയി. ഞാൻ കൊല്ലത്തും കരുനാഗപ്പള്ളിയിലും വിളിച്ചു പറഞ്ഞിരിക്കുന്നത് വന്ന് കാണുക ജീവനുള്ള ദൈവത്തിന്റെ ആലയം എന്ന് ആദ്യമായി വന്നവരോട് ഞാൻ അറിയിക്കട്ടെ. ഈ ജനം എവിടെ നിന്ന്, ഈ ജനം എന്തിനു വന്നു, ഈ ജനത്തെ ആര് കൂട്ടിവരുത്തി, എന്തിനു വേണ്ടി കൂട്ടിവരുത്തി, ഉത്തരമെല്ലാം ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് നൽകുക. പർവ്വതത്തില് ആലിക്കത്തുന്ന മുൾപ്പടർപ്പ് ചാമ്പലാകാതിരിക്കുന്നത് കണ്ടിട്ട് ദൈവത്തിന്റെ ദാസനായിരുന്ന മോശ പർവ്വതത്തിലേക്ക് ചെല്ലുകയാണ്. ഞാനൊന്ന് പോയി കാണട്ടെ. ഇന്ന് കാണുവാൻ വന്നിരിക്കുന്ന ഈ അനേകായിരങ്ങളുടെ മധ്യത്തില് നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒന്ന് കാണാം. ദൈവമായ കർത്താവിനെ, അഗ്നിയാവുന്ന കർത്താവിനെ, ചാമ്പലാകാതെ വണ്ണം ഉൾപ്പറപ്പ് കത്തിക്കുന്ന സർവശക്തനായ ദൈവം. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ? ഞാനും നിങ്ങളും മുൾപ്പറപ്പാണ്. ഞാനും നിങ്ങളും ചപ്പ് ചാവാണ്. ഞാനും നിങ്ങളും ചാമ്പലായി പോകേണ്ട ഒന്നാണ്. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ അഗ്നി നമ്മുടെ മധ്യത്തിൽ ഇറങ്ങിയാൽ ശരീരത്തിന്റെ ബന്ധങ്ങൾ അറിയും, അത് കെട്ടുകൾ പൊട്ടിപ്പോകും. ഈ മുൾപ്പറപ്പാകുന്ന ശരീരം ദഹിച്ചു പോകുകയില്ല. പക്ഷെ അതിൽ പ്രവർത്തിക്കുന്ന ശത്രുവും ശാപവും സർപ്പവും നിന്റെ ശരീരത്തിൽ നിന്ന് ചാമ്പലായി പോകുമെന്ന് മോശ കടന്നു ചെന്നു. എന്നിട്ട് നോക്കേണ്ടതിന് അവൻ വരുന്ന യഹോവ കണ്ടപ്പോൾ, ഉൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ യഹോവ കണ്ടപ്പോൾ ദൈവം ഉൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. നോക്ക്, എന്തെന്ന് കാണാൻ ചെന്ന മോശയോട് ദൈവം ചോദിക്കുന്നു. അവന്റെ പേരറിയാൻ ദൈവത്തിന് മോശെ മോശെ 2 പ്രാവശ്യം വിളിച്ചു. അവൻ എന്ത് ചെയ്തു? അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അതെ, കാണാൻ ചെന്നവനെ വിളിക്കുന്നു. അവൻ പറഞ്ഞു ഞാനിതാ. ആകട്ടെ 6ാമത്തെ കാര്യം, അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചുകള എന്ന് കൽപ്പിച്ചു. നോക്ക്, മോശയോട് വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇത് വിശുദ്ധ സ്ഥലമാണ്, ഇവിടെ അശുദ്ധിയോടെ വരാൻ പാടില്ല, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചുകള. ദൈവത്തിന്റെ ആലയം വിശുദ്ധമാണ്. ഞാൻ വേദനയോടെ ചില കാര്യങ്ങൾ ഓർക്കാറുണ്ട്. അതിൽ ഓർക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഈ ആലയത്തിൽ വരുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒന്ന് എനിക്ക് മനസ്സിലായി, മനുഷ്യൻ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് പലരും ഈ ആലയത്തിൽ വരുന്നതെന്നും അവരുടെ പാപത്തെ മൂടി വെച്ചുകൊണ്ട് ഭക്തരെന്ന് നിരൂപിക്കുക എന്നൊരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ. സമയം കിട്ടിയാൽ മൂർഖൻ പാമ്പ് പത്തി വിടർത്തുന്നതുപോലെ വിടർത്തി അത് ആഞ്ഞു കൊത്തുന്ന പ്രകൃതിക്കാരെന്ന് പലരെ കുറിച്ച് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. എന്റെ കർത്താവിന്റെ നിയോഗപ്രകാരം വേല ആരംഭിച്ച അന്ന് തുടങ്ങി അതെ പാവമെന്ന് കരുതി, സാധു എന്ന് കരുതി, മാനസാന്തരപ്പെട്ടു എന്ന് കരുതി, ദൈവദാസനും ദാസിയുമെന്ന് കരുതി, ദൈവത്തിന്റെ പ്രിയമുള്ളവരെന്ന് കരുതി ഞാൻ താലോലിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അനേകരെ കഴുതമുള്ളപോലെ ഈ ആലയത്തില് ആയിരിക്കുന്നു. കഴുതമുള്ള പറഞ്ഞാൽ അറിയാമോ? കീഴ്പോട്ട് ഒഴിയാൻ പാടില്ല, മേൽപോട്ട് ഒഴിയാൻ പാടില്ല. ഒന്നുകൂടെ പറയട്ടെ, പുൽക്കൂട്ടിലെ പട്ടി പോലെ പട്ടി തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല. എന്താണ് കാരണം എന്നറിയാമോ? മോശ കണ്ട ദൈവത്തിന്റെ പർവ്വതത്തിലെ അത് മുൾപ്പടർപ്പ് കണ്ടിട്ടില്ല, അത് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് കാണാമോ എന്ന് വെച്ച് പർവ്വതത്തിലേക്ക് വന്നു. വന്നപ്പോൾ ദൈവം മോശയോട് അരുളി ചെയ്ത പോലെ ഇങ്ങോട്ട് എടുക്കരുത്, നിന്റെ കാലിലെ ചെരുപ്പ് ഊരിക്കളക. ചെരുപ്പ് ജീവിതത്തെ കാണിക്കുന്നു. പാപഭംഗിതമായ മലീമസമായ സ്വാർത്ഥത നിറഞ്ഞ തന്നിഷ്ടത്തിന്റെ ദൈവസന്നിധിയിൽ കീഴ്പ്പെടാൻ കഴിയാത്ത നിന്റെ ചെരുപ്പ് നീ ഊരി എറിയണമെന്ന് മോശയോട് പറഞ്ഞു. ഇന്ന് ആ ചെരുപ്പിന്റെ പുറത്ത് നിന്നുകൊണ്ട്
ഇത് വൈക്കിംഗ് ചെരുപ്പാണെന്നും ഇത് നല്ലതാണെന്നും ഇത് മതി എനിക്കെന്നും സ്വയം അഭിമാനിച്ചുകൊണ്ട് ദൈവത്തെ പുറകാൽ കൊണ്ട് തട്ടിമാറ്റുന്ന പ്രകൃതി. ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കട്ടെ, വ്യക്തമായി അറിയിക്കട്ടെ, അത് വിശുദ്ധ സ്ഥലമാകിയാൽ നിങ്ങൾ ആരെങ്കിലും അതിക്രമിച്ച് കടക്കാമെന്ന് വിചാരിച്ചാൽ ദൈവം കടത്തുകയില്ല. സത്യം സത്യം സത്യം. കടന്നാലോ, ദൈവത്തിന്റെ പെർമിഷൻ കൂടാതെ കടന്നാൽ അത് പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. നോക്ക്, മോശയ്ക്ക് എപ്പോൾ പ്രവേശനം ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവന്റെ ജീവിതത്തിന്റെ കടകളും കളങ്കങ്ങളും ചെരുപ്പാകുന്ന ആ മലീമസമായതിനെ ഊരി എറിഞ്ഞു കളഞ്ഞപ്പോൾ ദൈവം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചു. ഇന്ന് ആരുമായിക്കൊള്ളട്ടെ, മലിനത നിറഞ്ഞ ജീവിതത്തോടെ, പാപമംഗലമായ ജീവിതത്തോടെ, ദൈവത്തിന്റെ മുൻപാകെ മാനസാന്തരമില്ലാത്ത ജീവിതത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ ചെരുപ്പ് ഊരിക്കളയാതെ ഈ പർവ്വതത്തിലേക്ക് കയറുവാൻ ശ്രമിക്കരുത്. യഹോവേ, നിന്റെ പർവ്വതത്തിൽ ആ കയറും, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. മോശയോട് ചെരുപ്പ് ഊരാൻ പറഞ്ഞു. രണ്ടാമത്, ഞാൻ അബ്രഹാമിന്റെയും ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്ന് നോക്ക്, ഒരു മുന്നറിയിപ്പ്. ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, നിന്റെ പിതാവിന്റെയും ദൈവം. വിളിക്കുന്നവൻ ദൈവമാണ്. അവൻ പിതാക്കന്മാരുടെ ദൈവമാണ്. അവൻ തന്റെ പിതാവിന്റെയും ദൈവമാണ്. അത് ഡെഫിനിറ്റ് ആർട്ടികളാണ്. നിന്നെ ആപ്പ ഊപ്പയല്ല വിളിച്ചത്, വഴിയിൽ ഇട്ടേച്ച് പോകുന്നതിനല്ല വിളിച്ചത്, നിന്റെ മനോഗതി അറിയുവാനല്ല നിന്നെ വിളിച്ചത്. എനിക്കിങ്ങനെ പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് അറിയാമായിരുന്നിട്ടും മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ രംഗത്തിറങ്ങി. അത് പിന്നീട് ക്ലാവ് പിടിച്ച പിച്ചളയാണെന്ന് പിന്നീടാണ് അറിയുന്നത്. ഇന്നെവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ, ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് അത് 916 ഗോൾഡ് അല്ല. ഞാൻ പുറപ്പെട്ടിരിക്കുന്നത് തങ്കത്തിന്റെ പുറകെയാണ്. വിലമതിക്കുവാൻ കഴിയാത്ത നിർമ്മലമായ തങ്ക തെരുവീതികളുള്ള ദൈവമായ കർത്താവിന്റെ പുറകെ. അതുകൊണ്ട് എനിക്ക് അതിനപ്പുറമായ ഒരു ലക്ഷ്യവുമില്ല. ഞാനിത് പറഞ്ഞല്ലോ, എന്റെ മനസ്സില് വളരെ ഭാരങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ. പക്ഷെ ഞാൻ കൊല്ലത്തേക്ക് പോയതോടുകൂടെ എന്റെ ഭാരത്തിന് പര്യാവസാനം വന്നു. എന്താ കാരണം? കാണുവാൻ, കേൾക്കുവാൻ, അറിയുവാൻ അനേക ലക്ഷങ്ങൾ കാത്തിരിക്കുന്നു എന്ന ഒരു വലിയ പ്രചോദനത്തിന്റെ വാക്കുകൾ എന്നെ ശക്തീകരിച്ചിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൊല്ലത്തിന് പോയത് കർത്താവിന്റെ നിയോഗമാണെന്ന് പിന്നീട് എനിക്ക് സത്യമായിട്ടും ബോധ്യമായി. ഇവിടെ ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവമായി. ഒന്ന്, നിന്റെ കാലിലെ ചെരുപ്പൂരിക്കളക. രണ്ട്, ഈ അഗ്നിയിൽ ആളിക്കത്തുന്ന അഗ്നിയുടെ നടുവിൽ നിൽക്കുന്നത് നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. മൂന്നാമത്, മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. മൂന്നാമത്, തേജസ് കാണാൻ കഴിയാതെ വണ്ണം മോശ തന്റെ മുഖം മൂടി. പിന്നെയോ ഭയപരവശനായി. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. നാലാമത്തെ കാര്യം, അല്ലയോ ആട്ടിടയാ, നീ ആടുകളോടുകൂടെ എന്റെ പർവ്വതത്തിൽ വന്നുവെങ്കിൽ വാസ്തവത്തിൽ എന്റെ ആടുകളാകുന്ന ജനം കഷ്ടപ്പെടുന്നു, നീ അവിടേക്ക് പോകാം. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഗിബിയർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്ത്? അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ സങ്കടയാത്ര ഞാൻ കേട്ടു. അവരെ അവർക്കായി വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഈ പർവ്വതത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ,
നിങ്ങൾ യഹോവയുടെ പർവ്വതത്തിലാണോ? നിങ്ങൾ അവന്റെ വിശുദ്ധ സ്ഥലത്താണോ? നിങ്ങൾ അവനെ ആരാധിക്കുന്നവരാണോ? അവൻ നിങ്ങളുടെ ദൈവവും കർത്താവുമാണോ? നിങ്ങൾ അവന്റെ മകനും മകളുമാണോ? ദൈവത്തിന് 3 കാര്യം പറയാനുണ്ട്. 1, ഞാൻ അഗ്നിയാണ്. 2, നീ അശുദ്ധനാണ്, നിന്റെ അശുദ്ധിയെ വലിച്ചെറിയുക. 3, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്, എന്റെ ജനത്തിന്റെ നിലവിളി കേൾക്കുന്നു. 4, നീ അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ എനിക്ക് ഇഷ്ടമായിരിക്കുന്നു, നീ പോക. മനസ്സിലായോ? ഇനി ബാക്കി വീട്ടിൽ ചെന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ബോധ്യമാകും. ദൈവം എന്റെ അടുക്കൽ മരണക്കിടയ്ക്ക് ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? ഒരൊറ്റ കാര്യത്തിനാണ്, എന്നെ അയക്കുവാൻ. ഇന്ന് ഇമ്മാനുവേലിൽ ആയിരിക്കുന്ന നിങ്ങളുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വന്നുവെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയില് വാവിട്ട് നിലവിളിക്കുന്ന ജനത്തെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ മാത്രമാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നിനക്ക് ആത്മാക്കളെ കുറിച്ച് ആത്മഭാരമില്ല എങ്കിൽ, അവരുടെ അടുക്കലേക്ക് പോകുന്നില്ല എങ്കിൽ, നീ സ്വാർത്ഥനായി മാറിയിരിക്കുന്നുവെങ്കിൽ, നീ അഭിമാനം അഹങ്കാരമുള്ളവരെ തീർന്നിരിക്കുന്നുവെങ്കിൽ, ഇന്ന് ദൈവം പറയുന്നു, നീ എന്റെ പർവ്വതത്തിലല്ല, നീ എന്റെ വിശുദ്ധ സ്ഥലത്തല്ല. പിന്നെ എവിടെയാ? സാത്താന്റെ ഇംഗീതത്തിനൊത്ത വണ്ണം വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് സാത്താൻ ഇടയിൽ കടക്കുന്നത് പോലെ ദൈവജനത്തിന്റെ മധ്യത്തില് നീ ഒരു വേഷക്കെട്ടായി, ഒരു ദോഷമായി, പുൽക്കൂട്ടിലെ പട്ടിയായി മാറരുതേ എന്ന് ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുക. ഞാൻ ഒരു പകൽക്കാലത്തെ മീറ്റിംഗില് പാസ്റ്റർമാര് കുറെ പേരുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ഒറ്റ വാക്കില്, നിങ്ങളെല്ലാവരും പട്ടികളാണ്. ദൈവത്തിന്റെ കാര്യം തല്ലിയില്ല, പട്ടികളാണ്. അവരെ മുഖം കറുത്തു, പലരും ജനിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഒരു നിമിഷം ഇരിക്കണം, ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു തരാൻ എന്താണ്. ഞാൻ ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നിന്ന് പൗലോസ്ലീഹ പറഞ്ഞ നായ്ക്കളെ സൂക്ഷിപ്പിക്കുന്ന ആ വചനങ്ങൾ എടുത്തു. ഈ ഭൂമിയിൽ 4 തരം നായ്ക്കളുണ്ട് എന്നും വിസ്തരിച്ചു. അവരുടെ ഹൃദയം പതഞ്ഞു പൊങ്ങിയ രോഷം താണു. അവരുടെ ഉള്ളത്തിൽ മനസ്സിലായി, ഞാനൊരു പട്ടിയാണ്. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന് ഇടപെട്ടാൽ നീ പുണ്യമാണെന്നല്ല എന്നും, നീ ഒരു പട്ടിയാകുന്നെന്നും പിതാവിന്റെ സന്നിധിയിൽ സമ്മതിക്കും. മോശ ദൈവത്തിന്റെ അഗ്നി കണ്ടപ്പോൾ കാലിലെ ചെരുപ്പ് ഊരിയെറിഞ്ഞ് ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് ചെന്നു. അപ്പോഴാണ് മോശ അറിയുന്നത്, ഞാൻ അയോഗ്യനാണ്, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ യോഗ്യനല്ല, ഞാൻ പോവുകയുമില്ല. ഒന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഞാൻ എത്രയോ പ്രാവശ്യം പോവുകയില്ല എന്ന് ദൈവത്തോട് പറഞ്ഞെങ്കിലും അയോഗ്യനാകുന്ന എന്നെ യോഗ്യനാക്കി തീർത്തുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം എന്നെ അയച്ചു. അനേക വേദശാസ്ത്ര പണ്ഡിതന്മാരും ഉന്നതവാസികളുമായിരിക്കുന്ന കൊല്ലപ്പട്ടണത്തിലേക്കും കരുനാഗപ്പള്ളി അതിൽ താലൂക്കിലേക്കും അയച്ച ദൈവം എന്നെ തെരഞ്ഞെടുത്തു. യോഗ്യനും നന്ദി, ഞാൻ വിക്കലെന്നും തടിച്ചതാവുള്ളവരെന്നും കൊള്ളരുതാത്തവരെന്നും സമ്മതിച്ചിട്ട് എന്റെ ദൈവം, നീ പോകാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നൽകിയവൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. ഞാൻ എന്താ പറഞ്ഞതിന്റെ സാരാംശം അറിയാമോ? നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിലാണെങ്കിൽ, നിങ്ങൾ വിശുദ്ധ സ്ഥലത്താണെങ്കിൽ, ദൈവത്തിന്റെ പർവ്വതത്തിലാണെങ്കിൽ, അതിന്റെ പ്രത്യക്ഷമായ പരോക്ഷമായ അടയാളം നിങ്ങൾ വേദനിക്കുന്ന ഭാരപ്പെടുന്ന മനുഷ്യന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു എന്ന് അവരെ രക്ഷയിലേക്കും ദൈവത്തിലേക്കും അല്ല ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നു. ഞാൻ അവിടെ വിരാമം വിടുകയാണ്. 15-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം വായിക്കാം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? നാം കണ്ടത് നിന്റെ പർവ്വതത്തിൽ ആര് കയറ്, പിന്നെ നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ആർ നിൽക്കും, കയറും നിൽക്കും. പക്ഷെ 15-ാം സങ്കീർത്തനത്തില് നിന്റെ കൂടാരത്തിൽ ആര് പാർക്കും? വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ആർ വസിക്കും. അവിടെ കയറ്റവും നിൽപ്പുമാണെങ്കിൽ ഇവിടെ 2 കാര്യം, വസിക്കും, പാർക്കും. എന്ന് വെച്ചാൽ നമുക്ക് സ്വസ്ഥത വന്നു എന്നർത്ഥം. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയാമോ?
കൂടാരം എന്നാൽ എന്ത്? പിന്നെ കൂടാരത്തിൽ ആർ പാർക്കും, വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. എന്നുവെച്ചാൽ അവന് സ്ഥിരമായി തീർത്തു കൊടുത്ത ഒന്ന് ദൈവത്തിന്റെ പട്ടണം എന്നർത്ഥം. ഞാൻ നിങ്ങളെ വേഗത്തിൽ ഓർപ്പിക്കുക. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ കൂടാരം എന്തെന്നറിയണം. കൂടാരത്തെ ഭൂമിയിൽ ആദ്യം പരിചയപ്പെടുത്തിയത് ദൈവമാണ്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു കൂടാരമായി കൂടെയിരുന്നു. കൂടാരം എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരം എന്നാണ്. മനുഷ്യനും ദൈവത്തിനും ഒരുമിച്ച് സമ്മേളിക്കുവാൻ വേണ്ടി ദൈവ നിയോഗപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന കൂടാരം. അതിന് പേര് സമാഗമന കൂടാരം. ഞാനതൊന്നും നിങ്ങളെ ചുരുക്കി വിവരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ കൂടാരത്തിന് 4 കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രാകാരം. കൂടാരത്തിന് ചുറ്റും ഒരു പ്രാകാരം. എളിയവർ, ദരിദ്രർ, അനാഥർ, പരദേശികൾ പാർക്കുന്ന കൂടാരം. കേട്ടത്? ദൈവത്തിന്റെ കൂടാരത്തിന് ചുറ്റും 4 ഭാഗത്തും എളിയവരും ദരിദ്രരും അനാഥരും പരദേശികളും വിധവകളും പാർക്കണം. ഈ കൂടാരത്തിലേക്ക് ദൈവജനങ്ങളുടെ ദശാംശങ്ങളും വഴിപാടുകളും കൊണ്ടുവരണം. ഈ കൂടാരത്തിൽ നിന്ന് ജനത്തിന് ആഹാരം കൊടുക്കണം. ആ കൂടാരമാണ് പിന്നീട് പരിണമിച്ച് ശലോമോന്റെ ആലയമായി പണിത് ഉയർത്തിയത്. രണ്ടാമത്, ഈ കൂടാരത്തിന് ഇനി 3 ഭാഗങ്ങൾ കൂടെയുണ്ട്. എന്തൊക്കെയാണ് 3 ഭാഗം അറിയണ്ടേ? 1 പ്രകാരമെങ്കിൽ 2 വിശുദ്ധ സ്ഥലമാണ്. നോക്കാൻ ജനം എവിടെയാണ് ഇരിക്കുന്നത്? ഈ വിശുദ്ധ സ്ഥലത്തിന് ചുറ്റുമാണ്. എളിയവരും ദരിദ്രരും അനാഥരും പരദേശികളുമായിരിക്കുന്ന നാനാജാതി മതങ്ങളിൽപ്പെട്ട ജനം ഇരിക്കുന്നത് ഈ ദൈവം നിയോഗിച്ച ഈ കൃപാസനത്തിന് ചുറ്റിലുമാണ്. ഇവിടെ ഈ പ്രാകാരം കഴിഞ്ഞാൽ കയറി ചെല്ലുമ്പോൾ 3 കാര്യങ്ങൾ കാണും. 1, ഒരു പിച്ചളത്തൊട്ടി. എന്തിനാണെന്നറിയാമോ? കഴുകുവാൻ. ആ വിശുദ്ധ സ്ഥലമാണ് ഈ കൃപാസനം. ഇവിടെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം ഇതിനോടടുത്ത് വരുന്നതിനെ ശുദ്ധീകരിക്കുവാൻ, കഴുകുവാൻ ഇവിടെയുണ്ട്. 2, കമലവിളക്ക്. 7 ശാഖകളുള്ള വിളക്ക്. എന്തിനാണെന്നറിയാമോ? അന്ധകാരത്തിലായിരിക്കുന്ന ജനത്തിന്റെ അന്തർഭാഗത്തേക്ക് വെളിച്ചം പകരേണ്ടതിന്. 3, ഇവിടെ ഒരു യാഗപീഠമുണ്ട്. ഈ യാഗപീഠം നിന്റെ പാപപരിഹാര ബലിയായി ആട്, മാട്, കോഴി, പ്രാവ് അത് എന്നിവയെ അറുക്കാനുള്ളതാണ്. ഇത് 3 ഈ കൃപാസനത്തിലുണ്ട്. അതെന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം, കേട്ടുകൊള്ളുക. ഇവിടെ കഴുകുവാൻ കുഞ്ഞാടിന്റെ രക്തം. 2, ഇവിടെ വെളിച്ചം വിതറുവാൻ ദൈവത്തിന്റെ വചനം. 3, നിന്റെ പാപം ക്ഷമിപ്പാൻ യാഗപീഠം. നീ സ്തോത്രയാഗം അർപ്പിക്കുമ്പോൾ, നിന്റെ അകൃത്യങ്ങളും പാപങ്ങളും ഏറ്റുപറയുമ്പോൾ ഈ കൃപാസനത്തിൽ നിന്നോട് ക്ഷമിക്കും. ഇനി ഒരു സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് സ്വർഗത്തിൽ നിന്ന് പകർന്നു കൊടുത്ത മന്ന ഇട്ട് വെച്ച മാത്രം. 2 കൽപ്പനകളിലായി ദൈവം നൽകിയ ന്യായപ്രമാണം. 3, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി അഹരോന്റെ കുടുംബത്തിന് തളിർത്തു കൊടുത്ത അതേ അഹരോന്റെ വഴി. ഇത് 3 അതിപരിശുദ്ധ സ്ഥലത്തുണ്ട്. ഇനി അതിന്റെ പൊരുൾ എന്താണ്? അതിപരിശുദ്ധ സ്ഥലത്ത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയ വചനപ്രകാരം നീതിമാന്റെ വിശ്വാസ ജീവിതത്തിന്റെ പൊരുള് സ്വർഗമാണ്. കേരള 2, പഴയ പുതിയ നിയമങ്ങളായ 2 കൽപ്പനകളിൽ എഴുതിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവായ യേശു. അവനാണ് നിയമം. 3, നാം എല്ലാവരും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. അപ്പോൾ
അതിപരിശുദ്ധ സ്ഥലത്ത് വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാന്മാര്. 2, ദൈവത്തിന്റെ മഹാപുരോഹിതന്മാര്. 3, ദൈവത്തിന്റെ ന്യായ പ്രമാണ പ്രകാരം പഴയ പുതിയ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ വചന പ്രകാരം ജീവരക്ഷ പ്രാപിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഇടമാണ്. ഇതാണ് കൂടാരം. മനസ്സിലായേ? ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കൂടാരം എന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 1, സർവ്വജാതികളും വസിക്കുന്ന പ്രാകാരം. 2, കുഞ്ഞാടിന്റെ രക്തത്താൽ പാപമോചനം ലഭിക്കുന്ന, കഴികൾ പ്രാപിക്കുന്ന, പിന്നെ വെളിച്ചം വിതറുന്ന വചനത്തിന്റെ മുൻപിൽ. 3, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന മന്നയിട്ട് വെച്ച പാത്രം. 2, നിയമത്തിന്റെ 2 കൽപ്പനകൾ. 3, അഹരോന്റെ തളിർത്ത വടി. അഹരോന്റെ തളിർത്ത വടി യേശുവാണ്. ആ യേശുവിൽ വിശ്വസിക്കുന്നവരെല്ലാം മരണം മാറും, ഉയർത്തെഴുന്നേൽക്കും, അവരോട് കൂടെ നിത്യതയുമാണ്. ഞാനിവിടെ നിർത്തുകയാണ്. 15-ാം വാക്യം, സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ആര് വസിക്കും? ദൈവം നമ്മെ വിളിച്ചെന്തിനാണെന്നറിയാമോ? യഹോവയുടെ കൂടാരത്തിൽ പാർക്കാൻ. നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് പോകും, പക്ഷെ നിങ്ങളുടെ ദേഹവും ദേഹിയാവും പരിപൂർണമായി ദൈവത്തിന്റെ കൂടാരമാകുന്ന ഈ ആലയത്തിൽ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് പോകുന്നെങ്കിൽ നിങ്ങളുടെ വീട്, നാട് ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ നേരെ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമല്ല. പിന്നെയോ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പ്രാകാരവും ഈ ആരാധനയിൽ വിശുദ്ധ സ്ഥലവും ഈ നിത്യതയിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ പാവത്തിൽ വസിപ്പാൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ